ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറിക്കൂട്ട് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് വെച്ചാണ്. ബീട്രൂട്ട് കൊണ്ട് ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതെന്ത് റെസിപ്പിയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബീട്രൂട്ട് ഇതുപോലെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. ഒരു മിക്സി ജാർ എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ബീട്രൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബീട്രൂട്ട് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ബോൾസ് പോലെ ഉരുട്ടിയെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ബോൾസ് എടുത്താൽ മതി. ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് വെച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്ത് നമുക്കിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുത്തിട്ട് ഒരു തവി കൊണ്ട് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ബുഫൊന്ന് ഉപ്പി വരും. ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ ഇതുപോലെ ബുഫെന്ന് വരികയുള്ളൂ. ഇപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് 2 വശത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം എണ്ണയിൽ നിന്ന്. നല്ല കളർഫുള്ളായ ബീട്രൂട്ട് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ അടുത്തുള്ള ബെൽ സിമ്പലും ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.